मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूँ। മക്കളെല്ലാവരും സുഖമായിരിക്കുന്നോ? യെസ്, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എല്ലാ മക്കളും അടിപൊളിയായിട്ട് സ്കൂളിലൊക്കെ പോകുന്നില്ലേ? സെറ്റല്ലേ മക്കളെ? യെസ്, റെഡി മക്കളെ. അപ്പോൾ 2 പാർട്ട് ബേസിക് ക്ലാസ് നമ്മൾ പഠിച്ചു അല്ലേ? 3ാമത്തെ പാർട്ടുമായിട്ടാണ് മാഷ് വന്നിട്ടുള്ളത്. ഇതെല്ലാ മക്കളും കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചോളൂ മക്കളെ. നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. യെസ്, കളേഴ്സ് ഓഫ് റെയിൻബോ അല്ലേ? റെയിൻബോയിലൂടെ നമുക്ക് തരുന്ന നിറങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് മാഷ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ സെറ്റല്ലേ മക്കളെ? അപ്പം നിറങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്നത്തെ ഈ ബേസിക് ക്ലാസ്സോട് കൂടി സെറ്റ് ആക്കാൻ പോകുന്നു. എൻ്റെ മക്കൾ തയ്യാറാണെങ്കിൽ നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ആ നിറങ്ങൾ അല്ലേ? വയലറ്റ് നിറമുണ്ട്, ഇൻഡിഗോ നിറമുണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലേ? ഇത്തരത്തിൽ 7 നിറങ്ങൾ അടങ്ങിയതാണ് റെയിൻബോ അല്ലേ? യെസ്, സെറ്റ് അല്ല മക്കളെ? നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് വിശാലമായിട്ട് നമുക്ക് നോക്കാം. നല്ല മനോഹരമായിട്ടുള്ള മഴവില്ലിനെ നിങ്ങൾ കണ്ടോ? യെസ്, വ്യത്യസ്ത തരത്തിലുള്ള 2 മഴവില്ലിനെ മാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് ഈ സ്ലൈഡിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സെറ്റ് അല്ലേ? യെസ്, മനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും അല്ലേ? യെസ്, നോക്കാം. അപ്പൊ ഏതെല്ലാമാണ് മാഷ് ഒരിക്കൽ കൂടി പറയാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. സെറ്റാണോ? 7 നിറങ്ങൾ നമുക്ക് മനസ്സിലായി. ഇത് മനസ്സിലാക്കിയത് നമ്മൾ എന്ത് ചെയ്യണം? ഹിന്ദിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വീഡിയോയിൽ സെറ്റ് ആക്കുകയാണ് മക്കളെ. ആദ്യമായി വയലറ്റ് നിറത്തിന് എന്ത് പറയാം? എൻ്റെ മക്കൾക്ക് ഓൾറെഡി അറിയുന്ന മക്കളുണ്ട്, എല്ലാ മക്കളും സെറ്റാണ്. അപ്പോൾ വയലറ്റ് നിറത്തിന് നമ്മൾ സെറ്റാക്കാൻ പോകുന്നു. വയലറ്റ് നിറത്തിന് നമ്മൾ പറയുന്നത് ബൈഗനി എന്നാകുന്നു. ബൈഗനി എന്നാകുന്നു എന്ത്? വയലറ്റ് നിറത്തിന് പറയുന്നത്. സെറ്റാണോ? സെറ്റാണോ? യെസ്, വയലറ്റ്. അപ്പോൾ ആദ്യത്തെ ഒരു നിറം നമ്മൾ എന്ത് ചെയ്തു? സെറ്റാക്കി. ഇനി അതേപോലെ ഇൻഡിഗോ നിറം. ഇൻഡിഗോ നിറത്തിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ഊദ എന്നാകുന്നു അല്ലേ? ഹിന്ദിയിൽ നമ്മൾ എന്ത് പറയുന്നു മക്കളെ? യെസ്, ഊദ എന്നാണ് ഹിന്ദിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഡിഗോ നിറത്തിന് പറയുന്നത്. സെറ്റാണോ? റെഡിയാണോ? യെസ്. ഇനി ബ്ലൂ. ബ്ലൂ ഒരുവിധം മക്കൾക്കൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ബ്ലൂ നിറത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ് മക്കളെ? യെസ്, നീല അല്ലേ? നീല. നീല എന്ന് പറഞ്ഞാൽ നീല നിറം ബ്ലൂ ആണ്. സെറ്റാണോ? റെഡിയാണോ? 3 നിറങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ സെറ്റാക്കി. 4ാമത്തെ നിറത്തിലേക്ക് നമ്മൾ പോകുന്നു. ഗ്രീൻ അല്ലേ? ഗ്രീൻ നിറം, പച്ച നിറം. ഏതാണ് മക്കളെ പച്ച നിറത്തിന് പറയുന്നത്? ഏതാണ് പച്ച നിറത്തിന് നമ്മൾ പറയുന്നത്? ഹര എന്നാകുന്നു. സെറ്റാണോ? ഹര എന്നാകുന്നു. അപ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ അല്ലേ? ബൈഗനി, ഊദ, നീല, ഹര. ഇനി നമുക്ക് വരുന്നത് ഏതാ? 5ാമതായി വരുന്ന നിറം ഏതാണ്? യെല്ലോ, മഞ്ഞ നിറമാണ്. മഞ്ഞ നിറത്തിന് നമ്മൾ എന്ത് പറയും മക്കളെ? പീല എന്ന് പറയും. പീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞയാണ്, യെല്ലോ എന്ന് എന്ത് ചെയ്യാം? നമുക്ക് പറയാം. സെറ്റാണോ? ഇനി നമുക്ക് വരുന്ന നിറം ഏതാണ് മക്കളെ? ഓറഞ്ച് ആണ്. ഓറഞ്ചിന് നമ്മൾ എന്ത് പറയും? യെസ്, നാരങ്ങി എന്ന് പറയും. ഓറഞ്ച് നിറത്തിന് നാരങ്ങി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. റെഡിയാണോ? യെസ്. ഇനി അവസാനമായി റെഡ് അല്ലേ? ചുവപ്പ് നിറത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് മക്കളെ? യെസ്, ലാൽ അല്ലേ? ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പാകുന്നു. സെറ്റാണോ? റെഡിയാണോ? യെസ്. അപ്പം മഴവില്ലിലേക്ക് എൻ്റെ മക്കൾ നോക്കൂ ഏതെല്ലാമാണ്. അപ്പം നമുക്ക് താഴെ മുതൽ ഇങ്ങനെ പറഞ്ഞു നോക്കാം. വയലറ്റ് അല്ലേ? വയലറ്റ് നിറത്തിന് നമ്മൾ ബൈഗനി എന്ന് പറയും. ഇൻഡിഗോ നിറത്തിന് ഊദ എന്ന് പറയും. ബ്ലൂ അല്ലേ? നീല നിറത്തിന് നമ്മൾ എന്ത് പറയും? നീല എന്ന് തന്നെ പറയും. ഗ്രീന് ഹര എന്ന് പറയും അല്ലേ? ഹര, പച്ച നിറം അല്ലേ? അതേപോലെ യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീലയാണ് അല്ലേ? പീല, മഞ്ഞ നിറമാണ്. ഓറഞ്ച് എന്നതിന് നാരങ്ങി എന്ന് നമ്മൾ എന്ത് ചെയ്യും? പറയും. റെഡ് അല്ലേ? ചുവപ്പ് നിറത്തിന് ലാൽ എന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? പറയുന്നു. റെഡിയാണോ മക്കളെ? റെഡിയാണോ? റെഡിയാണോ? സെറ്റാണോ? അപ്പം മഴവില്ലിലെ മനോഹരമായിട്ടുള്ള നിറങ്ങൾ ഏതെല്ലാം എന്ന് നമ്മൾ പഠിച്ചു. മഴവില്ലിലെ നിറങ്ങൾ നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമുക്ക് ഈ അധ്യയന വർഷവും അടുത്ത അധ്യയന വർഷത്തിലൊക്കെ നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ള നിറങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്? പഠിക്കുകയാണ്.
സെറ്റല്ലേ? അപ്പോൾ ഈ ബേസിക് പാർട്ട് 3യിൽ എൻ്റെ എല്ലാ മക്കളും നിറങ്ങൾ സെറ്റായി, റെയിൻബോയുടെ നിറങ്ങൾ സെറ്റായി, മഴവില്ലിൻ്റെ നിറങ്ങൾ നിങ്ങൾക്ക് മഴവില്ല് പോലെ സെറ്റായി എന്ന് മാഷ് കരുതുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി മാഷ് ഒന്ന് പറഞ്ഞു തരാം. വയലറ്റ് അല്ലേ, ബൈഗനി വയലറ്റ് നിറത്തിന് നമ്മളത് പറയും. അതേപോലെ ഇൻഡിഗോ അല്ലേ, ഊദ എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ബ്ലൂ നിറം അല്ലേ, ബ്ലൂ നീലയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ നീല എന്ന് തന്നെ പറയാം, പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഹരയാണ്, ഹര എന്ന് പറഞ്ഞാൽ പച്ച നിറമാകുന്നു. യെല്ലോ അല്ലേ, പീല, പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമാണ്, പീല എന്ന് പറയും. അതേപോലെ ഓറഞ്ചിന് നാരങ്ങി എന്ന് പറയും അല്ലേ, ഓറഞ്ച് നിറത്തിന് നാരങ്ങി എന്ന് പറയും. ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പാണ് അല്ലേ, ചുവപ്പ് നിറം, റെഡ് അല്ലേ, റെഡ് കളറിനാണ് ലാൽ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നിറങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് സാധിച്ചു മാഷ് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ഈ ബേസിക് പാർട്ട് 3യും നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക, സെറ്റായിട്ട് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക വരുന്ന നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പുതിയ സിലബസിലൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താനുള്ള ഒരുപാട് ചിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മറന്നു പോകരുത് മക്കളെ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഓർത്ത് വെക്കുക. റെഡിയല്ലേ മക്കളെ? യെസ്, സെറ്റല്ലേ? യെസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സബ്കോ ബഹുത് ബഹുത് ശുക്രിയ. ബായ്.